മാലിന്യക്കുഴി വൃത്തിയാക്കുന്നതിനിടെ അപകടമുണ്ടായി. കല്ലേക്കുളങ്ങര സ്വദേശി സുജീന്ദ്രനാണ് മാലിന്യക്കുഴിയിൽ കുടുങ്ങിപ്പോയത്. ഹോട്ടലിൻ്റെ മാലിന്യക്കുഴി വൃത്തിയാക്കുന്നതിനിടെയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. കാലത്ത് ഈ ഹോട്ടലിൽ മാലിന്യക്കുഴി ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആളുടെ പേര് സുജീന്ദ്രൻ എന്നാണ്. ഈ കട ഉടമയുടെ പേര് വിനേഷ് എന്നാണ്. രണ്ടാളും കൂടി കുഴി ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. കുഴി ക്ലീൻ ചെയ്യുന്നതിനിടയിൽ അതിൻ്റെ ഉള്ളിൽ കാല് തന്നെ വീഴുമെന്നാണ് അറിയാൻ വേണ്ടി പറ്റിയത്. കുഴി ബ്ലോക്കായിട്ട് അത് പൈപ്പ് നേരെയാക്കാൻ വേണ്ടി വന്നതാണ്. സുജീന്ദ്രൻ പറഞ്ഞ ആൾ പ്ലംബറാണ്. പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി തീർന്നു. ശ്രീജിത്ത്, ഈ അയാൾക്ക് കാര്യമായ വല്ല പരിക്കും ഏറ്റിട്ടുണ്ടോ? എന്താണ് വിവരം നമുക്ക് ലഭിച്ചത്? സങ്കടകരമായ കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ ബ്രേക്ക് ചെയ്യാനുള്ളത്. സുജീന്ദ്രൻ മരിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. അല്പസമയം മുൻപാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഈ മാലിന്യക്കുഴിയിൽ ഏതാണ്ട് 45 മിനിറ്റോളം ശ്വാസം കിട്ടാതെ മനുഷ്യൻ കിടന്നു എന്നാണ് പറയുന്നത്. ഒപ്പമുണ്ടായിരുന്ന ഈ ഉടമയും അതിലേക്ക് പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. പരമാവധി വലിച്ചു കയറ്റാൻ നാട്ടുകാരൊക്കെ ശ്രമം നടത്തി, പക്ഷേ അതൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് ഇദ്ദേഹത്തെ ശ്രമകരമായി പുറത്തെടുത്ത് ഉടൻ തന്നെ ആശുപത്രിയിൽ, പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ കല്ലേക്കുളങ്ങര സ്വദേശിയും പ്ലംബറും ഒക്കെയായ സുജീന്ദ്രൻ അവിടെ എത്തുമ്പോഴേക്കും മരിച്ചു എന്നൊരു വിവരമാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ മാലിന്യക്കുഴി ബ്ലോക്കായതിനാലാണ് ഒരു പ്ലംബറെ വിളിച്ച് ഇതിൻ്റെ ഉടമ അത് വൃത്തിയാക്കാൻ ശ്രമിച്ചത്. അതിനിടയിലാണ് താഴ്ചയുള്ള കുഴിയിലേക്ക്, മാലിന്യ കുഴിയിലേക്ക് അദ്ദേഹം കാൽ വഴുതി വീഴുന്നത്. രക്ഷിക്കാനുള്ള ശ്രമം വിഫലമായി അദ്ദേഹം മരിച്ചു എന്ന ദുഃഖകരമായ വാർത്തയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ശ്രീജിത്ത്, ഇയാളുടെ മറ്റ് വ്യക്തിപരമായ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പാവം, ഇങ്ങനെയൊരു മരണം ഒരിക്കലും ആലോചിക്കുക പോലും ചെയ്യില്ലല്ലോ. പറയും. തീർച്ചയായും അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒരുപക്ഷെ ആലോചിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹം കൃത്യമായ രീതിയിലൊരു പ്ലംബറാണ്. ആ പ്രദേശത്ത് എല്ലാ പ്ലംബിംഗ് ജോലികളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. എന്തായാലും ആ പ്ലംബിംഗ് ജോലികളൊക്കെ ചെയ്ത് ഒരു ചുരുങ്ങിയ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളാണ് ഈ സുജീന്ദ്രൻ. കല്ലേക്കുളങ്ങര സ്വദേശിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം, ഇദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അല്പസമയത്തിനകം തന്നെ മാത്രമേ നമുക്ക് ലഭ്യമാക്കാനാകൂ. എന്തായാലും മൃതദേഹം ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണുള്ളത്. രണ്ടാമത്തെ ഈ ഉടമയ്ക്കും ചെറിയ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ഈ ഹോട്ടൽ ഉടമയ്ക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ മാലിന്യക്കുഴി എന്ന് പറയാൻ പറ്റില്ല, അതൊരു ഓട ആയിരുന്നു. അത് മുഴുവൻ പൂർണ്ണമായി ബ്ലോക്ക് ആയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലംബറെ വിളിച്ചുകൊണ്ട് അത് വൃത്തിയാക്കാനുള്ള ശ്രമം ഉടമ നടത്തിയത്. എന്തായാലും അതിലാണ് ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നത്. അത്യാവശ്യം താഴ്ചയുണ്ടായിരുന്നു. 45ഓളം മിനിറ്റ് അതിനകത്ത് തന്നെ കിടന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ജീവൻ തിരിച്ചു കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം എടുക്കുന്ന സമയത്ത് ചെറിയ മിടിപ്പുണ്ടായിരുന്നു, പൾസ് ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.